വേൾഡ് വാച്ചേഴ്സ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ലൈവ് സെക്ഷൻ ചെയ്താലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ആരെങ്കിലും ചോദിച്ചിരിക്കും കേട്ടോ, ഫാറ്റി ലിവറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ ഡോക്ടറെ എന്ന്. അപ്പൊ വിചാരിച്ചു അധികം വൈകാതെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ ഫാറ്റി ലിവർ വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ, അതുപോലെ തന്നെ എന്ത് ലക്ഷണങ്ങളൊക്കെയാണ് നമുക്ക് ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിവിധികളാണ് ആഹാരത്തില്, ഭക്ഷണത്തിൽ, അതുപോലെ ഒറ്റമൂലികൾ എന്തൊക്കെ നമുക്ക് എടുക്കാം, അതുപോലെ നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഫാറ്റി ലിവർ തടയാനായിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതുപോലെ സ്മോക്കിങ്ങിലൂടെയും. അപ്പോൾ അതല്ലാതെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ മദ്യപാനി ആയിരിക്കില്ല, സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളായിരിക്കില്ല, ഡ്രഗ് യൂസേജ് ഉണ്ടാവില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ രണ്ട് അവസ്ഥകൾ വന്നാലും നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ ആയുർവേദത്തിലൂടെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ പ്രധാന കാരണങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണ് കൂടുതലായിട്ട് കാണുന്നത്. ആൽക്കഹോൾ അതിന്റെ ഒരു കാരണമാണ്, അതുപോലെ സ്മോക്കിംഗ് പിന്നെ വരുന്ന ഒരു കാരണമാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇവയിലൊക്കെ പെസ്റ്റിസൈഡ്, അതുപോലെ അത് പ്രിസർവേറ്റീവ്സ്, അതിന് മണത്തിനും അതിന്റെ രുചിക്കും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്വീറ്റ് ടേസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നിറത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ചില പ്രിസർവേറ്റീവ്സ്, അതുപോലെ കാലതാമസം അല്ലെങ്കിൽ കാലപ്പഴക്കം ഇല്ലാതെ കുറെ നാളത് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് മരുന്നുകൾ ചേർക്കുന്നുണ്ട് അല്ലെ, പ്രിസർവേറ്റീവ്സ് ചേർക്കും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ദോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പച്ചക്കറികളിലൊക്കെ ഇടുന്ന പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ് പോലത്തെ കാര്യങ്ങൾ ഒക്കെ, അതായത് നമുക്ക് അത് വളരാനായിട്ട് അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ അത് ഭയങ്കര ടോക്സിൻസ് ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പിന്നീട് അത് ഫാറ്റി ലിവർ ഒക്കെ ആവാനുള്ള കാരണമായിട്ട് മാറാറുണ്ട്. അതുപോലെ നമ്മുടെ മെഡിസിൻസ് നമുക്കറിയാം, ഒരുപാട് നാൾ BP ഒക്കെ ചികിത്സിക്കുന്ന, BPക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ ഇത്തരം അവസ്ഥകൾ, അതായത് ഫാറ്റി ലിവർ പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ചിലതരം മെഡിസിൻസ് ലോങ് ടേം ആയിട്ട് കഴിക്കുന്ന ചില മെഡിസിൻസിന്റെ കാരണം കൊണ്ട്, അതുപോലെ ചില ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ് ഒരുപാട് നാൾ അവർ ലൈഫ് ലോങ് അവർ മരുന്ന് എടുക്കാറുണ്ട് അല്ലെ, പലതരം മെഡിസിൻസ് അവർ എടുക്കാറുണ്ട്. അതുപോലെ PCOD ഉള്ള ആൾക്കാർ, ഇത് PCOD ഉള്ള സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ PCOD ഇഷ്യൂസ്, ഇത് ഒരു പരിധിവരെ നമുക്ക് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള കാരണം വളരെ വളരെ എവിഡന്റ് ആണ്, കൂടുതലായിട്ട് അവർക്ക് സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ഓവർ വെയിറ്റ്, ഭയങ്കരമായിട്ടുള്ള ശരീരഭാരം ഇതിനൊരു കാരണമാണ്. അപ്പോൾ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തീരെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ, നമുക്കറിയാം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലില് നമ്മൾ വ്യായാമം വളരെ കുറവാണ്. നമ്മൾ നമ്മുടെ ജോലി തിരക്കുകൾ, അതുപോലെ ഫാമിലിയിലുള്ള ചില ബിസി വർക്കുകളിലൊക്കെ പെട്ട് നമുക്ക് വ്യായാമം നമ്മൾ ഇപ്പോഴും ഒന്ന് നീക്കി വെക്കാറുണ്ട്. പക്ഷെ അത് വളരെ നമ്മുടെ ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ പിന്നീട് നയിക്കാനുള്ള കാരണമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്നും പറയാറുള്ളതാണ് കൊഴുപ്പടങ്ങിയ ഫുഡുകൾ, എണ്ണ പലഹാരങ്ങള്, അതുപോലെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇത്തരം തരത്തിലുള്ള ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇത് പിന്നീട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് പോലെ ഈ ടോക്സിൻസ് അടിഞ്ഞുകൂടുകയും പിന്നീട് അത് ലിവറിൽ വന്ന് അടിയുകയും പിന്നീട് അത് ഫാറ്റി ലിവർ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തിലെ എന്ത് വിഷാംശം, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ശരീരത്തിലെ എന്ത് വിഷാംശം വന്നാലും ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത് എവിടെയാണ്? ലിവറിലേക്കാണ് വരുന്നത്. ലിവർ, കിഡ്നി അതുപോലത്തെ സ്ഥലങ്ങളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഫാറ്റി ലിവർ പോലെ അവസ്ഥകളിലേക്ക് മാറാനായിട്ട് കാരണം ഒന്ന് ഇതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കിടക്കാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഫാറ്റി ലിവർ വരുമ്പോൾ തീർച്ചയായിട്ടും കാണുന്നത്? അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ തളർച്ച, നമുക്ക് ഭയങ്കര തളർച്ചയായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ തളർച്ച വരുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല, അതുപോലെ നമുക്ക് ഭയങ്കര തളർച്ചയായിരിക്കും. പിന്നെ അതുപോലെ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് നമ്മുടെ റൈറ്റ് അബ്ഡോമൻ, അതായത് നമ്മുടെ വയറിന്റെ വലത്തെ വശത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. ഓക്കെ, പെയിൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ബെഡിലൊക്കെ കിടന്ന് ഉരുളുന്ന സമയത്തായിരിക്കും നമുക്ക് ആ പെയിൻ അനുഭവപ്പെടുക. എന്താണെന്നറിയില്ല, അങ്ങനെ പെട്ടെന്ന് ഒരു പെയിൻ വരുന്നു. ഓക്കെ, അത് ഒരു വളരെ എവിഡന്റ് ആയിട്ട് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വരുന്നതാണ് മഞ്ഞളിപ്പ്, നമ്മുടെ കണ്ണുകളില്, തുളികളില് നമ്മുടെ മഞ്ഞപ്പിത്തം പോലത്തെ മഞ്ഞളിപ്പില്ലെങ്കിലും ഒരു നേരിയ ഒരു മഞ്ഞ കളർ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തൊലിപ്പുറത്തും, അതുപോലെ തന്നെ കണ്ണിന്റെ തടങ്ങളിലൊക്കെ അല്ലെങ്കിൽ കണ്ണുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ കൈപ്പത്തിയിൽ ഉണ്ടാകുന്ന
ചുമപ്പ്, അത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ കാണാം. പിന്നെ ബ്ലഡ് വെസൽസ് നല്ല രീതിയിൽ തടിച്ചു വീർത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് കൊടവയറായിരിക്കും. നല്ല മെലിഞ്ഞിട്ടുള്ള ആളാണെങ്കിലും കൊടവയറ് നല്ല രീതിയിലുണ്ട്. ഇനി നല്ല തടിയുള്ള ആളാണെങ്കിലും വയറ് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ അതിലേക്കായിരിക്കും ഫാറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ കൊടവയറ് ഇത്തരക്കാർക്ക് വളരെ എവിഡന്റ് ആയിട്ടുള്ള ലക്ഷണമായിരിക്കും. പിന്നെ ചൊറിച്ചിൽ, നമുക്കറിയാം ലിവറിനെ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും വന്നാലും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാന പ്രശ്നം ചൊറിച്ചിലായിരിക്കും. അപ്പൊ ചൊറിച്ചില് ഫുൾ ബോഡിയിൽ നമുക്ക് ഇങ്ങനെ ചൊറിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അപ്പൊ അത്തരം ഇഷ്യൂസുകളൊക്കെയാണ് നമുക്ക് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇത് പലതരത്തിലുള്ള ഇതായിട്ട് വരുന്നുണ്ട് അല്ലെ. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4, ഗ്രേഡ് 5. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് നമ്മളുടെ ഈ ഫാറ്റി ലിവർ കാണുന്നത്. അപ്പൊ ഗ്രേഡ് 1 ഒക്കെ ഫാറ്റി ലിവർ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഇഗ്നോർ ചെയ്ത് വിടാറാണ് പതിവ് അല്ലെ. അത് ശരിയായിക്കോളും. പക്ഷെ പിന്നീട് നമുക്കറിയില്ല, ഒരു ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ ആയി കഴിയുമ്പോൾ അത് വളരെ അതിന്റെ സിവിയാരിറ്റിയിലേക്ക് തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രേഡ് 3 ഒക്കെ കഴിയുന്ന സമയത്ത്. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒബേസിറ്റി തന്നെയാണ്. അതായത് ഓവറായിട്ട് നമുക്ക് തടി വരും. നമ്മുടെ ഔഷധങ്ങൾ, ഒറ്റമൂലികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. തീർച്ചയായിട്ടും ഫുള്ളായിട്ട് തന്നെ കാണാൻ മനസ്സിലാകുന്ന രീതിയിൽ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇത് നമ്മൾ ആദ്യം തൊട്ട് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതുപോലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ വരുന്നത് നമ്മൾ കോംപ്ലിക്കേഷൻസിലെ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ശരീരഭാരം അല്ലെ. പിന്നെ അസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ് വീർത്ത് വരിക, മഹോദര എന്ന് പറയും. അതായത് കുടവയറ്, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുടവയറ്. പിന്നെ ലിവർ ഗ്രേഡ് 2 വരും. അപ്പൊ ഗ്രേഡ് 1 മാറി ഗ്രേഡ് 2 വരും. ഗ്രേഡ് 2 കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്രേഡ് 3 വരും. അപ്പൊ പിന്നെ സിറോസിസിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. ലിവർ സിറോസിസിലേക്ക് വരാനായിട്ട് തുടങ്ങും ലിവർ ഗ്രേഡ് 3. ഇത് സിറോസിസ് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മുടെ ക്യാൻസർ ആണ്. മാലിഗ്നൻ ചേഞ്ചസ് ഒക്കെ ലിവറിൽ കാണിക്കാനായിട്ട് തുടങ്ങും. ലിവർ ക്യാൻസറിലേക്കാണ് പിന്നീടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ പിന്നീട് നയിക്കുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് ഈസോഫാഗിയൽ വാരിസസ്. അതുവരെയൊക്കെ നമ്മൾ നിൽക്കുക എന്നുള്ളത് വേറെ അവസ്ഥ കേട്ടോ. ഈസോഫാഗിയൽ വാരിസസ് എന്ന് വെച്ചാൽ ഈസോഫാഗസിൽ ഉണ്ടാകുന്ന രക്തക്കുഴലുകളൊക്കെ പൊട്ടി നമ്മൾ രക്തം ഛർദ്ദിച്ച് മരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. അവിടേക്കൊന്നും എത്തണതിന് മുന്നേ നമ്മൾ ഗ്രേഡ് 1 കാണുമ്പോൾ തന്നെ ചികിത്സിച്ച് തുടങ്ങുക. അതാണ് അതിന്റെ ഒരു ശരിയായ ചികിത്സാ രീതി. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണത്? ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. അപ്പൊ അതിൽ ഗ്രേഡ് 1 നമുക്കറിയാം ഫാറ്റി ലിവർ ചേഞ്ചസ് ആണ് ആദ്യം നമുക്ക് കാണിക്കുക. സ്കാനിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ലിവർ സ്കാനിങ് ഒക്കെ. അതുപോലെ SGBT, SCOPT, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൊക്കെ ഇത് എവിഡന്റ് ആണ്. പിന്നെ അതുപോലെ ഗ്രേഡ് 2 വരും. അപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യും. ഗ്രേഡ് 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് ആണ് ഹെപ്പാറ്റോമെഗാലി, അതുപോലെ ലിവർ സിറോസിസ്. പിന്നെ അത് കഴിഞ്ഞാൽ ഹെപ്പാറ്റോമെഗാലി കഴിഞ്ഞാൽ പിന്നെ ലിവർ സിറോസിസ് കഴിഞ്ഞാലാണ് നമ്മൾ ക്യാൻസറസ് കണ്ടീഷനിലേക്ക് പോകുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഒറ്റമൂലികളിലേക്ക് പറയാം. അപ്പൊ ഒറ്റമൂലികൾ നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് കഞ്ഞുണ്ണിയാണ്. അപ്പൊ കഞ്ഞുണ്ണീനെ നമ്മൾ കയ്യൂന്നി എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കഞ്ഞുണ്ണി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ സംസ്കൃത നാമം എന്ന് പറയുന്നത് പ്രിംഗരാജ. ഓക്കെ. അപ്പോൾ മഴക്കാലത്താണ് ഇത് കുറെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എക്ലിപ്റ്റ ആൽബ എന്നാണ്, ബൊട്ടാണിക്കൽ നെയിം. പിന്നെ വരുന്നത് ഈ കഞ്ഞുണ്ണി അല്ലാണ്ട് നമുക്ക് വേണ്ട ഒരു അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് കടലാടിയാണ്. കടലാടി എന്ന് പറയുന്നത് അപമാർഗയാണ്. ഓക്കെ. അതിന്റെ ഒരു അത് വരുന്നു. പിന്നെ വേണ്ടത് ഹൈലാൻഡി. ഇപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ഒറ്റമൂലികൾക്ക് ആവശ്യമായിട്ടുള്ള 3 സംഭവങ്ങൾ. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പൊ കഞ്ഞുണ്ണി നമുക്ക് എന്താ വേണ്ടത്? കഞ്ഞുണ്ണി അഥവാ ഭൃംഗരാജ സമൂലം നമ്മൾ പറിക്കണം, വേരടക്കം പറിക്കാം. ഓക്കെ. പറിച്ചെടുത്ത് അതിന്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഇടിച്ചങ്ങ് പിഴിയാം. ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ 15 മില്ലി സ്വരസം നമ്മൾ എടുക്കണം. 15 മില്ലി കിട്ടണമെങ്കിൽ 2-3 തണ്ട് ആവശ്യമാണ്. ഒരു തണ്ടിൽ നിന്ന് ഒരിക്കലും 15 മില്ലി നമുക്ക് കിട്ടില്ല. അപ്പൊ 2-3 തണ്ട് എടുത്തിട്ട് അത് രാവിലെ വെറും വയറ്റിന് നമ്മൾ സേവിക്കാം. ഇപ്പൊ ഇതിന്റെ സ്വരസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അതിന്റെ നീര്. അത് വെറും വയറ്റിൽ സേവിക്കുക. അതാണ് കഞ്ഞുണ്ണിയുടെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. കഞ്ഞുണ്ണി ഉപയോഗിക്കാം. അപ്പൊ രാവിലെ തന്നെ നമ്മളത് കഴിച്ച് നേരെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അപ്പൊ അത് രാവിലെ കുടിക്കുക. പിന്നെ അതിനുശേഷം കടലാടി നമ്മൾ സംസ്കൃതത്തിൽ പറയുന്ന അപമാർഗ എന്നാണ്. എക്യുമെന്റാസ്പെര എന്നാണ് അതിന്റെ ബയോളജിക്കൽ ബൊട്ടാണിക്കൽ നെയിം. ഓക്കെ. അപ്പൊ അത് പറിച്ചെടുത്തിട്ട് നമ്മൾ നീണ്ട ഒരു പൂവൊക്കെ ആയിരിക്കും അതിന്. ഓക്കെ. അത് നമുക്കറിയാം ഇത് വളരെ പെട്ടെന്ന് പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അതിന്റെ വശത്തു കൂടി പോയാൽ മതി, അത് നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയും അത് പരാഗണം നടത്താനുള്ള അതിന്റെ ഒരു വഴിയാണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തൊക്കെ പിടിക്കുന്ന ഒരു തരം സസ്യമാണ്. ഞാനപ്പോ ഇതിന്റെയൊക്കെ പിക്ചേഴ്സ് ലാസ്റ്റ് നമ്മുടെ വീഡിയോയ്ക്ക് അവസാനം കാണിക്കാം. ഓക്കെ. അപ്പൊ ഈ കുറ്റിച്ചെടി പോലത്തെ ഈ ചെടി ഇത് നമുക്ക് 30 ഗ്രാം വേണം. അത് ചതച്ചെടുക്കാം. എന്നിട്ട് അത് 2 ലിറ്റർ സമൂലം എടുക്കാം കേട്ടോ. 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇത് നല്ല രീതിയിൽ വെട്ടിത്തിളപ്പിക്കുക. ഒരു 20 മിനിറ്റ് ഒക്കെ വെട്ടിത്തിളപ്പിക്കുക. ചണ്ടി അരിച്ച് മാറ്റുക. എന്നിട്ട് ഒരു 6 തൊട്ട് 9 മണി വരെയുള്ള ടൈം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നമുക്ക് 1/2 ഗ്ലാസ് വീതം
ഇത് നമുക്ക് കുടിക്കാം. ഇടയ്ക്ക് നമുക്ക് എടുത്ത് 1/2 ഗ്ലാസ് വീതം കുടിക്കുന്നത് ഇത് വളരെ നല്ലതാണ്. പ്രഗ്നൻസി ഉള്ള സമയത്ത് നമ്മൾ 7 മാസമൊക്കെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും ഇത് കുടിക്കരുത്. അതിനുശേഷമൊക്കെ നമുക്ക് കുടിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മൾ BP ഒക്കെ ഗുളിക കഴിച്ചിട്ട് ഒരുപാട് നാള് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ നീരൊക്കെ കണ്ടമാനം വരുന്ന, നമ്മുടെ കൺതളങ്ങളിൽ നീര് വരിക, നമ്മുടെ കാൽപാദങ്ങളിൽ നീര് വരിക, ഇതൊക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളിൽ നമുക്ക് ഈ നീര് കുറയ്ക്കാനായിട്ട് ഈ കടലാടിയുടെ ഈ പ്രയോഗം ഉപയോഗിക്കാം. 1/2 ഗ്ലാസ് വീതം നമ്മൾ കുടിക്കുക. അപ്പൊ കിഡ്നിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിന് മാത്രമല്ല, നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, കിഡ്നിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കടലാടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ എന്താണ്? മൈലാഞ്ചി നമ്മൾ ഈ അകാല നരയൊക്കെ വരുമ്പോൾ അതിന് എണ്ണ തിളപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മൈലാഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ കൈകളിൽ നല്ല കളറിൽ നമ്മൾ മൈലാഞ്ചി എണ്ണയൊക്കെ ഇടില്ലേ. അപ്പൊ ആ സംഭവമാണ്. അതിന്റെ എല്ലാം വേണം നമുക്ക്. അതിന്റെ മുള്ള് വേണം, ഇല വേണം, പൂവ് വേണം, ഒന്നും കളയാൻ പാടില്ല, വേര് വേണം, ഒക്കെ വേണം. അത് സമൂലം എടുക്കാം. അപ്പോൾ ആ സമൂലം എടുത്തിട്ട് നമുക്ക് ഒരു ഫലം എന്ന് പറയുന്നത് 60 ഗ്രാം മരുന്നാണ്. അപ്പൊ 60 ഗ്രാം അതിന്റെ ഇത് എടുത്തിട്ട് 160 മില്ലി വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാം. എന്നിട്ട് അത് പകുതിയാക്കുക. 1600 കേട്ടോ. 1600 മില്ലിയാണ് എടുക്കേണ്ടത്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 1600 മില്ലി ബൈ 2 എത്ര വരാം? 400 തോന്നുന്നു അല്ലെ? അപ്പോൾ 400 മില്ലി എടുത്തിട്ട് ആ വെള്ളം നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ചണ്ടി അരച്ചിട്ട് നമ്മൾ ഇത് 2 നേരം കുടിക്കാം. ഇത്രേ ഉള്ളൂ. അതിന്റെ ചണ്ടി എപ്പോഴും എടുക്കുക. ചണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ചണ്ടി എടുക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളം കിടന്നു കഴിയുമ്പോൾ ഈ വെള്ളം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ അക്കോർഡിംഗ് ടു ആയുർവേദം നമ്മൾ പറയുന്നതാണ് ഈ സംഭവം നമ്മുടെ ശരീരത്തിൽ, ഈ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് കൂടുമ്പോഴാണ്? പിത്തദോഷം വർദ്ധിക്കുമ്പോഴാണ്. അപ്പൊ പിത്തദോഷം വർദ്ധിക്കുകയും അതുപോലെ തന്നെ രക്തദുഷ്ടി സംഭവിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിന് രണ്ടിനും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫുഡിൽ കൂടെ നിയന്ത്രണം വരുത്തേണ്ടത്? ഫുഡിലത്തെ കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട്. നമ്മള് ഫുഡിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുക? തണുപ്പ് കൂടിയ ഫുഡ്. പിത്തം എന്ന് പറയുന്നത് ചൂടാണ്. അപ്പോൾ ചൂട് കുറയ്ക്കാൻ എപ്പോഴും തണുപ്പ് കൂടിയ ഫുഡുകൾ ഉപയോഗിക്കുക. അപ്പൊ അതിൽ പറയുകയാണെങ്കിൽ കുമ്പളങ്ങ, അതുപോലെ തന്നെ തണ്ണിമത്തൻ, അതുപോലെ കുക്കുംബർ, അതുപോലെ വെള്ളരിക്ക, ഇതൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് നോക്കുക. അതുപോലെ വെള്ളം നന്നായി കുടിക്കുക. ചെറുപഴം, മുന്തിരിയൊക്കെ നല്ല തണുപ്പ്. അതുപോലെ തന്നെ ദ്രാക്ഷാദി കഷായം. നമ്മൾ ദ്രാക്ഷ എന്ന് പറയുന്നത് എന്താണ്? മുന്തിരിയാണ്. ഓക്കെ. മുന്തിരി ഒരുപാട് കഴിക്കുക, തണ്ണിമത്തം കഴിക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ചെറുപഴം, അതൊക്കെ തണവാണ്. അപ്പൊ ഈ അസുഖമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ പേരയില ഉണ്ടല്ലോ, അപ്പോൾ വളരെ പഴുത്തതാവാനും പാടില്ല, വളരെ ഓൾഡ് ലീവ്സ് ആവാനും പാടില്ല, വളരെ പഴകിയ ലീവ്സ് ആവാനും പാടില്ല. ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഇല ഉണ്ടല്ലോ, അത് 1-2 കീറി നമ്മൾ ചായ തിളപ്പിച്ച് കുടിക്കുന്നത്, വേറെ ഒന്നും ചേർക്കാൻ പാടില്ല, വെറുതെ ചായ പോലെ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അവസ്ഥയ്ക്ക്. ഇതൊരു ഒറ്റമൂലി തന്നെയാണ് കേട്ടോ. അതുപോലെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി എപ്പോഴും മുന്തിരി ഒരുപാട് കഴിക്കാനായിട്ട് നോക്കാം. മുന്തിരി ഈ അവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇളനീര് അറിയാലോ, ഇളനീരൊക്കെ കിട്ടുന്ന ആൾക്കാർ നന്നായി ഉപയോഗിച്ചോളൂ. നല്ല ഒരു ഇതാണ്. പിന്നെ ഒരു അടുത്തൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് ഇരട്ടി മധുരം, ലിക്കോറൈസ് എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ ഇരട്ടി മധുരം പൊടിച്ചിട്ട്, അല്ലെങ്കിൽ റോ ആയിട്ടായാലും കുഴപ്പമില്ല, പൊടിച്ച് വെള്ളത്തിലിട്ട് കുടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പാനജലമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി പാനജലമായിട്ട് ഉപയോഗിക്കാനായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത് വെറുതെ കട്ടയായിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ മോണയിൽ നമുക്ക് കടിച്ചിങ്ങനെ ഇറക്കാം. നമ്മൾ ഈ ചില സമയത്ത് നമുക്ക് പല്ലുവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ കരയാമ്പൂ ചെയ്യില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു കട്ട എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ പല്ലിന്റെ ഇടയിൽ വെച്ചിട്ട് ചെറുതായി അതിന്റെ നീര് ഇറക്കിക്കൊണ്ടിരിക്കുക. വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് കേട്ടോ. അപ്പൊ ഇത് ലിക്കോറൈസ്, ഇരട്ടി മധുരം. ഓക്കെ. നമുക്ക് ഡൈജഷനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ മാറുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു നല്ലൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് മിൽക്ക്. അപ്പൊ ഗോൾഡ് മിൽക്ക് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഗോൾഡ് മിൽക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് പശുവിന്റെ ശുദ്ധമായ പാല്, നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന പാലല്ല കേട്ടോ, നമുക്ക് കറവയിൽ കിട്ടുന്ന പാലുണ്ടല്ലോ, നമ്മൾ എന്താ പറയാ ഓരോ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല, പക്ഷെ അങ്ങനെ മേടിക്കുന്നതല്ല. നമുക്ക് വീടുകളിലൊക്കെ പശുവും പാല്, ശുദ്ധമായ പാല് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന്റെ കൂടെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് വെള്ളം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അത് നന്നായി കാച്ചി കുറുക്കി പാലളവാക്കിയിട്ട് അത് എടുത്ത് നമ്മൾ കുടിക്കുക. അത് ഭയങ്കര ഒരു ഗോൾഡ് കളറാണ് അതിനുണ്ടാവുക. അതുകൊണ്ടാണ് അതിന് ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ വിഷസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും, ഈ ലിവറിൽ വിഷം അടിഞ്ഞുകൂടിയ പ്രശ്നങ്ങൾക്കും ഒക്കെ ഇത് നല്ലതാണ്. ഫാറ്റി ലിവറിന് നല്ലൊരു സംഭവമാണ്. അപ്പൊ അത് ഉപയോഗിക്കാം. അത് ഇത്തരം കണ്ടീഷനിലൊക്കെ നല്ല രീതിയിൽ ഗുണമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ സാധാ മഞ്ഞവെള്ളവും കുടിക്കാം. അതെങ്ങനെയാണ്? നമ്മൾ ഈ കഷ്ണത്തിന്റെ ഈ വിരലിന്റെ ഇത്രയും ഭാഗം വലിപ്പമുള്ള ഒരു മഞ്ഞൾ എടുക്കുക, ശുദ്ധമായ മഞ്ഞൾ എടുക്കാൻ ശ്രമിക്കുക. അതെടുത്ത് നമ്മൾ വെള്ളത്തിൽ നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാം. നമുക്ക് ഡെയിലി കുടിക്കുന്നത് അതും നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റമൂലികളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഭക്ഷണത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. കൂടുതലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാനായിട്ട് നോക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാം, ഒരു വിധം ഒക്കെ ഒഴിവാക്കാം.
ഇനി എന്തൊക്കെ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ ഔഷധം എന്ന് പറയുന്നത് ദ്രാക്ഷാദി കഷായമാണ്. കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ ഫാറ്റി ലിവർ വരുന്ന ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത്, അത് വിചാരിച്ച് എല്ലാവരും ഇത് മേടിച്ച് ഉപയോഗിക്കരുത്. ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ കഷായം എഴുതുന്നത്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ഒരു വലിയ പ്രാധാന്യം, ഫാറ്റി ലിവറിൽ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കഷായമാണ് ദ്രാക്ഷാദി കഷായം. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മുന്തിരിനെയാണ് ദ്രാക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ദ്രാക്ഷാദി കഷായം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വസ ഗുളിച്യാദി കഷായം, ഇതൊക്കെ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. ചിലർക്ക് ഇതായിരിക്കും, ചിലർക്ക് വേറെ ഇതായിരിക്കും. അപ്പൊ നമ്മൾ അത് നോക്കി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. പിന്നെ ധന്വന്തരം ഗുളിക ഉപയോഗിക്കാറുണ്ട്, ഹിംഗുവജാതി ഗുളിക, മനസ്സിലായോ? പിന്നെ ആസവാരിഷ്ടങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാറില്ല ഫാറ്റി ലിവർ ഉള്ള കണ്ടീഷനിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസവാരിഷ്ടത്തിൽ നമ്മൾ ചെറിയ ആൽക്കഹോൾ യൂസേജ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ നമ്മുടെ ഫാറ്റി ലിവറിന് ഒട്ടും പറ്റില്ല. അപ്പൊ ആസവങ്ങളും അരിഷ്ടങ്ങളും കുടിച്ചാൽ എന്താണ്, ഈ അവസ്ഥ കൂടും. അപ്പൊ അതുകൊണ്ട് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് കൊടുക്കാറില്ല. ബാക്കി എല്ലാതും നമ്മൾ അവസ്ഥ അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ഒറ്റമൂലികളൊക്കെ മാത്രം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഫാറ്റി ലിവർ ഉള്ളവർ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടുക. ഇപ്പൊ ഞാനൊക്കെ കൺസൾട്ടേഷൻ ഓൺലൈൻ വഴി വരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഫാറ്റി ലിവർ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അറിവുകളും ഒരാൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ, അല്ലെ? അപ്പൊ ശരി, ബൈ, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.